നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, എൻ്റെ സൂര്യപുത്രിക്ക്, അനിയത്തിപ്രാവ്, മണിച്ചിത്രത്താഴ്, ഹരികൃഷ്ണൻസ്, ഇങ്ങനെ കുറേ സിനിമകളെടുത്താൽ ഈ സിനിമകളുടെ എല്ലാം പ്രത്യേകത, ഈ സിനിമകളെല്ലാം ചന്ദ്രക്കലയിൽ അവസാനിക്കുന്ന ടൈറ്റിലാണ്. ഈ ചന്ദ്രക്കലയിൽ അവസാനിക്കുന്ന ടൈറ്റിലുകളുള്ള ഈ ഫാസിൽ സിനിമകളൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ ഹിറ്റുകളായിരുന്നു. എല്ലാ സംവിധായകരെയും പോലെ ഫാസിലും അങ്ങനെയൊരു ചില വിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ചലച്ചിത്രങ്ങളുടെ ടൈറ്റിലുകൾ. ഫാസിൽ സിനിമകളുടെ ടൈറ്റിലുകളൊക്കെ വലിയ ഹിറ്റുകളൊക്കെ തന്നെ ഈ ചന്ദ്രക്കലയിൽ അവസാനിക്കുന്നതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. എന്നാൽ ഈ ചന്ദ്രക്കല ഇല്ലാത്ത ചില സിനിമകളും, ഫാസിലിൻ്റെ ചില സിനിമകളും ആ കാലത്ത് വലിയ ഹിറ്റുകളായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, പൂവിന് പുതിയ പൂന്തന്നൽ തുടങ്ങിയ സിനിമകളും ആ കാലത്ത് വലിയ ഹിറ്റുകളായ സിനിമകളാണ്. എന്നാൽ ഫാസിൽ സംവിധാനം ചെയ്ത ചില ചിത്രങ്ങൾ വലിയ പരാജയമായിട്ടുണ്ട്. എന്നാൽ അത് തമിഴ് ചെയ്തപ്പോൾ ആ ചിത്രം വലിയ ഹിറ്റാവുകയും ചെയ്ത ഒന്നാണ് എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമ. വർഷം 16 എന്ന പേരിൽ ആ സിനിമ തമിഴിലെടുത്തപ്പോൾ തമിഴിൽ ആ ചിത്രം വലിയ ഹിറ്റായി മാറുകയുണ്ടായി. ലാലേട്ടൻ്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ 1980 റിലീസാകുന്ന ഫാസിൽ സാറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച തിരുനോട്ടമാണ് റിലീസായ ആദ്യ സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ശങ്കറിൻ്റെ ആദ്യ സിനിമ, ഫാസിൽ എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമ, അരങ്ങേറ്റ ചിത്രം എന്നിങ്ങനെ ഒത്തിരി വിശേഷങ്ങളുള്ള ഒരു ചലച്ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. തുടർന്ന് ഫാസിൽ സാർ കുറേ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുമെങ്കിലും ഈട്ടില്ലം, ധന്യ, മറക്കില്ലൊരിക്കലും എന്നിങ്ങനെയൊക്കെ കുറേ സിനിമകൾ സംവിധാനം ചെയ്യും. പിന്നീട് ഫാസിൽ സാറിൻ്റെ ഒരു വലിയ ഹിറ്റ് വരുന്നത് എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയാണ്. ഗോപിയായിരുന്നു പ്രധാന കഥാപാത്രം. ലാലേട്ടനും അതിൻ്റെ അകത്തൊരു ശക്തമായ കഥാപാത്രമായിട്ടുണ്ടായിരുന്നു. മാമാട്ടിക്കുട്ടിയമ്മയെ ബേബിശാലിനി അഭിനയിച്ച ബേബിശാലിനിയുടെ ആ ഹെയർ സ്റ്റൈലൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ ട്രെൻഡായി മാറിയ സിനിമയാണ്. ആ സിനിമ വലിയൊരു മലയാളി പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകർ ഏറെ തിരഞ്ഞെടുത്ത, പ്രേക്ഷകർ ഏറെ ഹിറ്റാക്കിയ ഒരു സിനിമയായിരുന്നു എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. അതുപോലെ തന്നെ പിന്നീട് ഫാസിൽ സിനിമകളിലൊരു വലിയൊരു ഹിറ്റുണ്ടായത് മണിവത്തൂരിലായ ശിവരാത്രികൾ വലിയ ഹിറ്റായിരുന്നെങ്കിലും ഒരു ട്രെൻഡുണ്ടാക്കിയ മറ്റൊരു സിനിമ എൻ്റെ സൂര്യപുത്രികയാണ്. അമല ചെയ്ത ആ കഥാപാത്രം, അതിലെ ഗാനങ്ങളുമൊക്കെ വലിയ ഹിറ്റായിരുന്നു. ആ സിനിമ താന്തോന്നിയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ, ആരെയും വകവയ്ക്കാതെ, ആരെയും അനുസരിക്കാതെ, കൂസലില്ലാതെ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ആ സിനിമ, അമല ചെയ്ത ആ കഥാപാത്രമൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ ഹിറ്റായി മാറിയൊരു കഥാപാത്രമാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഇടം പിടിച്ച ഒരു സിനിമയാണ് എൻ്റെ സൂര്യപുത്രിക്ക്. അതിൽ പാട്ടുകളൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ ഹിറ്റുകളായിരുന്നു. അതിനുശേഷം ഫാസിൽ സാർ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ ഒരുപാട് ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ആകർഷിച്ച ഒരു സിനിമയാണ്. നല്ലൊരു ഫാമിലി ഹിറ്റായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. അത് കാണാൻ വേണ്ടി ഒരുപാട് കുട്ടികളും കുടുംബവുമായിട്ട് ഒരുപാട് പേർ തിയേറ്ററിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഫാസിൽ സാറിൻ്റെ ഏറ്റവും മികച്ച സിനിമ എന്ന് അവകാശപ്പെടാൻ കഴിയുന്നൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് പോലെ ഇത്രയേറെ ഹിറ്റുകൾ ഫാസിൽ സാർ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഹിറ്റുകൾക്കെല്ലാം അപ്പുറം ഫാസിൽ സാർ എന്ന ആ സംവിധായക പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഏറ്റവും മികച്ച സിനിമയായിട്ട് എന്നും കാണാൻ കഴിയുന്ന സിനിമ മണിച്ചിത്രത്താഴാണ്. മധുമുട്ടത്തിൻ്റെ ശക്തമായ രചനയും ഒരു കൂട്ടം സംവിധായകരുടെ ശക്തമായ സാന്നിധ്യവും എല്ലാം ആ സിനിമയ്ക്ക് വലിയ സഹായമായി മാറിയിട്ടുണ്ട്. സിബി മലയിലാണെങ്കിലും സിദ്ദിഖ് ലാലാണെങ്കിലും പ്രിയദർശൻ, അങ്ങനെ ഒരുപാട് വലിയ സംവിധായകർ ഫാസിൽ സാറിനെ സഹായിക്കാൻ വേണ്ടി ആ സിനിമയിൽ ഉണ്ടായിരുന്നു. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനും ഇന്നസെൻറ്റും കെ പി സി ലളിത ചേച്ചിയൊക്കെ വലിയ ശക്തമായ കഥാപാത്രങ്ങളായി
ആ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനുശേഷമാണ് അനിയത്തിപ്രാവും ഫാസിൽ സാറ് തന്നെ കൊണ്ടുവന്ന ബേബി ശാലിനി നായികയായി എത്തിയ സിനിമയായിരുന്നു അനിയത്തിപ്രാവ്. 97 റിലീസായ സിനിമ അക്കാലത്തെ വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. നല്ലൊരു മികച്ച ലവ് സ്റ്റോറിയായിരുന്നു. അതിലെ ക്ലൈമാക്സ് ആയിരുന്നു ആ സിനിമയെ ഏറ്റവും കൂടുതൽ വിജയത്തിൽ എത്തിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ക്ലൈമാക്സ് ആ സിനിമയ്ക്ക് കൊണ്ടുവരാൻ ഫാസിൽ സാറിന് കഴിഞ്ഞു. അതുപോലെ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയതും ശാലിനിയുടെ നായികയുമെല്ലാം ആ സിനിമയിലെ അവസാനിപ്പിച്ച നീണമിട്ട നല്ല പാട്ടുകളും ഒക്കെ തന്നെ ആ സിനിമയ്ക്ക് വലിയ ഒരു വിജയം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാതെ വയ്യ. പിന്നെ മമ്മൂട്ടിയെ മോഹൻലാലിനെയും നായകനാക്കി ജൂഹി ചൗളി നായികയായി കൊണ്ടുവന്ന് ഹരികൃഷ്ണൻസ് എടുത്തു. ഹരികൃഷ്ണൻസ് ആ കാലത്ത് ഒരു വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചൊരു സിനിമയാണ്. മോഹൻലാലിന് ആരാധകർ കൂടുതലുള്ള സ്ഥലത്ത് ലാലേട്ടൻ നായികയെ കല്യാണം കഴിക്കുകയും മമ്മൂട്ടിക്ക് കൂടുതലുള്ള ആരാധകരുടെ സ്ഥലത്ത് മമ്മൂട്ടി നായികയെ കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ക്ലൈമാക്സ് ഫാസിൽ സാർ പരീക്ഷിച്ച ഒരു സിനിമയായിരുന്നു ഹരികൃഷ്ണൻസ്. അതും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയ ചിത്രം തന്നെയായിരുന്നു. ഇന്നും ആളുകളേറെ ഓർക്കുന്ന ഒരു സിനിമയാണ് ഹരികൃഷ്ണൻസ്. ഇതിനെല്ലാം അപ്പുറം ഫാസിൽ സാർ എന്ന വലിയ പ്രതിഭ സംവിധാനം ചെയ്ത പിന്നീട് വന്ന പല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വേണ്ട ഒരു വലിയൊരു വിജയത്തിൻ്റെ ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംവിധായകന് പിന്നീട് വന്ന പല ചിത്രങ്ങളും പ്രേക്ഷകർക്ക് വലിയൊരു വിജയം കൊടുക്കാനോ പ്രേക്ഷകരുടെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാനോ കഴിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നു. അതുപോലെ തന്നെ മോഹൻലാലിനെയും നയൻതാരയും വെച്ച് ചിരവിസ്മയത്തുമ്പത്ത്, മിക്കി മൗസ്, അങ്ങനെ കുറേ സിനിമകൾ ഫാസിൽ സാറിൻ്റെതായി വന്നു. സ്വന്തം മകനെ തന്നെ നായകനാക്കി ഫാസിലിനെ നായകനാക്കി അവതരിപ്പിച്ച സിനിമയൊക്കെ വലിയ പരാജയങ്ങളിലേക്കാണ് പോയത്. സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കരിയർ ഒരു 3-4 ചിത്രങ്ങളിലൂടെ പിന്നീട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. എക്കാലത്തെയും മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ ഒരു വലിയ സ്ഥാനമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഫാസിൽ സാറിനുണ്ടായിരുന്നത്. മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം തന്നെ പാച്ചിക്കാരൻ വിളിക്കുന്ന ഫാസിൽ സാർ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ഫാമിലി തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞൊരു സംവിധായകനായിരുന്നു ഫാസിൽ സാർ. ഫാസിൽ സാറിൻ്റെ സിനിമകൾ ആ കാലഘട്ടത്ത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി കാത്തിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ഫാസിലിൻ്റെ പടമാണെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് സിനിമ കാണാൻ പോവുക എന്ന ഒരു മനോഭാവം എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാകും. കാരണം 100% ഗ്യാരൻറ്റിയുള്ള സിനിമകളായിരുന്നു ഫാസിൽ സാർ മലയാളിക്ക് സമ്മാനിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ അത്രത്തോളം പ്രേക്ഷകരായിരുന്നു അന്ന് തിയേറ്ററിൽ എത്തിയിരുന്നത്. ഒട്ടുമിക്ക സിനിമകളും ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ഒരു വർഷം അതിനടുത്തൊക്കെ ഓടിയ സിനിമകളാണ്. വലിയ വിജയം നേടിയ സിനിമകളാണ്. അദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരൊക്കെ നമ്മുടെയൊക്കെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എക്കാലത്തും ഓർക്കപ്പെടുന്നതാണ്. ഇന്നത്തെ സിനിമ സംവിധാനങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്നതിൽ ഇതുപോലുള്ള വലിയ സംവിധായകരൊക്കെ നടത്തിയ സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്ര സിനിമകൾ കാണുമ്പോഴാണ് ആ സംവിധായകൻ്റെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സത്യം.